ഇന്ന് നമുക്ക് നല്ല തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള മാങ്ങ ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി ആദ്യം ഒരു പാൻ എടുക്കുക. ആ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇടുക. ആ ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഞാനിതൊക്കെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. അതൊന്ന് വെളിച്ചെണ്ണയിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം സെറ്റായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിനെ നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് സെറ്റാക്കി എടുക്കുക. ആ കറിവേപ്പിലെല്ലാം ഒന്ന് വാടി ആ വെളിച്ചെണ്ണേൻ്റെ പച്ചമണലൊന്ന് പോയി സെറ്റായി വരുമ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളായ മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എരിവിൻ്റെതും ഉപ്പിൻ്റെതും നിങ്ങൾക്ക് നോക്കാം. ഞാനിതിന് 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഈ മസാലപ്പൊടിയിലൊന്ന് സെറ്റായി വരുമ്പം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും കൂടി ഇടുക. ആ പച്ചമാങ്ങ ആ വെളിച്ചെണ്ണയിലും മസാലയിലും ഒന്ന് ഫുള്ള് മിക്സ് ചെയ്ത് നല്ലോണം മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലോണം വാട്ടിയെടുക്കുക. നല്ലോണം വാടി വന്ന സമയത്ത് അതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ അകത്ത് 2ാം പാൽ ആദ്യം ഒഴിക്കുക. 2ാം പാൽ ഒഴിച്ച് ആ മാങ്ങയും ആ മസാലയും എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഫുള്ള് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാകുന്ന വരെ വെക്കും. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചെമ്മീൻ മൊത്തമായിട്ട് അതിൻ്റെ അകത്തിടും. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഈ മൊത്തമായി ചെമ്മീൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ആ തിളച്ച് വരുമ്പോൾ തന്നെ ആ മസാലയിൽ തന്നെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ മസാല മൊത്തത്തിൽ ആ ചെമ്മീനുമായിട്ട് എല്ലാം ഒന്ന് മിക്സായി. ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് നമ്മൾ ആ മീനൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിനകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 1ാം പാലും കൂടി ഒഴിക്കുക. 1ാം പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധിക സമയം ചൂടാക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എടുത്ത് അതിൽ സ്പൂൺ യൂസ് ചെയ്യാതെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക. ഇന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മളെ ചെമ്മീൻ മാങ്ങ കറി റെഡി.